നമസ്കാരം. നേതാവിൻ്റെ രാഷ്ട്രീയം ഇന്ന് പറയുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ലോക്സഭാംഗം ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ്. സ്വാഗതം. നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലാണ് കേരളം. കഴിഞ്ഞ തവണ ഒരു വലിയ വിജയം UDF നേടിയതിനു ശേഷം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, മുന്നണിയുടെ പൊതു സാധ്യതയിലേക്ക് പോകുമ്പോൾ വലിയ സാധ്യത എന്ന് നിങ്ങൾ വിലയിരുത്തും. പക്ഷേ എന്താണ് നിങ്ങളുടെ അനുകൂല ഘടകം ഇത്തവണ സംസ്ഥാനത്ത്? ഇത്തവണയും UDFന് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഉള്ളതെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കാരണം കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിനും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിനും എതിരായി ചിന്തിക്കുന്ന ജനങ്ങളാണ് കേരളത്തിൽ ഭൂരിപക്ഷം. ഈ രണ്ട് സർക്കാരുകളും അവരുടെ സർക്കാർ മെഷീനറി, സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള വലിയ പ്രചണ്ഡമായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് അവർ രാജ്യത്തിനും സംസ്ഥാനത്തിനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. വികസനത്തെക്കുറിച്ച് അവർ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പല സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ അതായത് അവരുടെ ആ ഒരു പ്രചരണത്തിൽ അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായി പാവപ്പെട്ടവർ, സാധാരണക്കാർ, ദുർബലജന വിഭാഗങ്ങൾ, തൊഴിലാത്ത ചെറുപ്പക്കാർ, കൃഷിക്കാർ എല്ലാവരും അസംതൃപ്തരാണ്. എല്ലാവരും വലിയ കഷ്ടപ്പാടുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരു വിഭാഗം സമ്പന്നർക്ക് ഗുണകരമായ ഭരണമാണ് കേന്ദ്രത്തെ നിലനിൽക്കുന്നത്. അദാനിയെപ്പോലെയുള്ള അതുപോലെയുള്ള വലിയ സമ്പന്ന വർഗത്തിൻ്റെ താല്പര്യങ്ങൾക്കാണ് ഇവിടെ മുൻതൂക്കം. അതിനെയൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയാണ്, ഗവൺമെൻറ്റിൻ്റെ പരാജയങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയാണ് പലപ്പോഴും അവർ ഈ ഭരണത്തിൻ്റെ കീഴിൽ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ പല കാവ്യവൽക്കരണമൊക്കെ നടത്തി ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നത്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ BJPയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയവൽക്കരിക്കാൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ ശ്രമിക്കുന്നത് ആ ഒരു ഇതാണ്. കേരളത്തിൽ വളരെ മോശമായ ചിത്രമാണുള്ളത്. ഒരു കാലത്തും കേരളം കണ്ടിട്ടില്ലാത്ത പ്രശ്നങ്ങളാണ് ഇപ്പോൾ കേരളം അഭിമുഖീകരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. അതോടൊപ്പം തന്നെ ഗവർണറും മുഖ്യമന്ത്രി, രണ്ട് ഭരണ തലവന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് ഗവർണർ റോഡിലിറങ്ങി കുത്തിയിരിക്കുന്ന സംഭവം, ഗവർണർ യാത്ര ചെയ്യുന്ന കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് സമരക്കാർക്കെതിരെ ഉള്ള പദപ്രയോഗങ്ങൾ, മുഖ്യമന്ത്രിയും CPMും അതിനെ കൗണ്ടർ ചെയ്യുന്നത് ഒക്കെ കേരളത്തെ വല്ലാത്തൊരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. ഒരു കാലത്തും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പോക്കാണ് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് പറയുമ്പോഴും രാഷ്ട്രീയമായി അനുകൂല സാഹചര്യം ഉണ്ടാവാം. പക്ഷേ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ സംഘടനാ സംവിധാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് CPMൻ്റെ ആയാലും കോൺഗ്രസിൻ്റേതായാലും BJPയുടേതായാലും. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ സംബന്ധിച്ച് അത്ര ശുഭപ്രതീക്ഷയുള്ള സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? കാരണം സംഘടനയുടെ ദുർബലാവസ്ഥ പൊതുവിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ബാധിക്കില്ലേ? CPMൻ്റെ സംഘടനാ സംവിധാനത്തെ കോമ്പറ്റീറ്റ് ചെയ്യാൻ അതിന് കോമ്പറ്റീറ്റ് ചെയ്തുള്ള സംഘടനാ സംവിധാനം ഒരിക്കലും മുൻകാലങ്ങളിലും കോൺഗ്രസ് ഉണ്ടായിട്ടില്ല. മറ്റൊന്ന് BJP എന്ന് പറഞ്ഞ കേഡർ പാർട്ടിയാണ്. RSS ആണ് അവരെ നയിക്കുന്നതും അവരെ പിന്തുണയ്ക്കുന്നതും അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. രണ്ടും കേഡർ സ്വഭാവത്തിലുള്ള പാർട്ടികളാണ്. ഈ പാർട്ടികളുടെ സംഘടനാ സംവിധാനമായി കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം താരതമ്യപ്പെടുത്തുമ്പോൾ ഒരിക്കലും നമുക്ക് കോൺഗ്രസ്സിന് അത്രയും മെച്ചപ്പെട്ട സംഘടനാ സംവിധാനമാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ മുൻകാലങ്ങളിൽ സംഘടനാ സംവിധാനം ആകാത്ത ഘട്ടത്തിലും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ LDFൻ്റെയും അല്ലെങ്കിൽ BJPയുടെയും CPMൻ്റെയൊക്കെ സംഘടന അവരുടെ സംഘടനാ മിഷണറി എന്ന് പറഞ്ഞാൽ എണ്ണയിട്ട് യന്ത്രം പോലെയുള്ള സംഘടനാ മിഷണറിയാണ്. അതുപോലൊരു സംഘടനാ മിഷണറി മുമ്പ് നമുക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടാകാത്ത സാഹചര്യത്തിലും UDF ജയിച്ചിട്ടുണ്ട്, കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ചറിയാം, അത് മറ്റുള്ളവർക്കും അറിയാം. അതുകൊണ്ട് കോൺഗ്രസ് ഒരു കേഡർ പാർട്ടിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു ബഹുജന പാർട്ടി ആയതുകൊണ്ട് ഒരിക്കലും നമുക്ക് CPMൻ്റെ BJPയുടെ സംഘടനാ സംവിധാനവുമായി കമ്പയർ ചെയ്ത് പോകാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലെ സംഘടനാ സംവിധാനവുമായി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലെ സംഘടനാ പാർട്ടി സംവിധാനമാണ് മെച്ചപ്പെട്ട സംവിധാനമെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. എന്നാലും കേരളത്തിനകത്ത് നിന്നുകൊണ്ട് വിലയിരുത്തുമ്പോൾ തീർച്ചയായും സംഘടനാ സംവിധാനം കരുത്തുറ്റതാണ് അല്ലെങ്കിൽ മെച്ചപ്പെട്ടതാണ് എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ സിറ്റിംഗ് MPമാരെല്ലാം മത്സരിക്കുക എന്ന പൊതു തീരുമാനത്തിലേക്ക് എത്തി എന്ന് പറയുന്നു. എന്തായാലും എല്ലാവരും മത്സരത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. അവിടെയാണ് മാവേലിക്കര, താങ്കളുടെ കോൺസ്റ്റിറ്റ്യുവൻസി ചർച്ചയ്ക്ക് വരുമ്പോൾ
ഇത്തവണ താങ്കൾ മത്സരരംഗത്തുണ്ടാവില്ല, മറ്റെന്തെങ്കിലും സാധ്യതകളിലേക്ക് പോകും, മാറി നിൽക്കും, അങ്ങനെയൊക്കെ ചില അഭ്യൂഹങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയരുന്നുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അല്ലേ, എൻ്റെ കാര്യത്തിൽ പാർട്ടിയാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. ഒന്ന്, ഞാൻ ലോക്സഭയിലെ സീനിയർ അംഗങ്ങളിൽ ഒരാളാണ്. ഏതാണ്ട് 3-4 സീനിയർ അംഗങ്ങളിൽ ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 7 പ്രാവശ്യം ഇപ്പോൾ ലോക്സഭയിൽ അംഗമായിരിക്കുന്നു. 7 ലോക്സഭയിൽ, 9 ലോക്സഭയിലാണ് ആദ്യമായി ജയിച്ചത് 1989. ഇപ്പോൾ 17 ലോക്സഭയാണ്. ഇതിനിടയിൽ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ പാർട്ടിയാണ് വീണ്ടും മത്സരിക്കണം എന്ന് പറഞ്ഞ് എന്നെ സ്ഥാനാർത്ഥിയാക്കിയത്. 2 തവണ ഞാൻ പരാജയപ്പെട്ടപ്പോഴും ഞാൻ പാർലമെൻറ്റ് 1999, 98, 99 ആ ഒരു കാലഘട്ടത്തിലും 2004, 2009 കാലഘട്ടത്തിലുമാണ്, 2 തെരഞ്ഞെടുപ്പുകളിലാണ് കേരളത്തിൽ UDFന് പരാജയം. 2004-09 20-19 UDF തോറ്റ തെരഞ്ഞെടുപ്പാണ്. 1998-99 ഏതാണ്ട് 20-ൽ 6-7 സീറ്റുകൾ മാത്രമേ UDF ജയിച്ചുള്ളൂ. LDFനാണ് മുൻതൂക്കം. ആ പരാജയം നടന്ന ആ 2 തെരഞ്ഞെടുപ്പിലും അതിനുശേഷം എനിക്ക് ലോക്സഭ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കണം എന്ന് അന്ന് ഞാൻ ആവശ്യപ്പെട്ടതാണ്. സ്റ്റേറ്റിൽ, സംസ്ഥാനത്ത് പ്രവർത്തിക്കാനുള്ള അവസരം തരണമെന്ന് പാർട്ടിയോട് വളരെ സത്യസന്ധമായി ആവശ്യപ്പെട്ടാണ്. പക്ഷേ അന്നും എന്നെ വീണ്ടും പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും 5 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്നെ തന്നെ പാർട്ടി മത്സരിക്കാൻ നിയോഗിച്ചു. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വിജയസാധ്യത പാർട്ടി കണ്ടത് എന്നിലാണ്. അതുകൊണ്ട് പരാജയപ്പെട്ടെങ്കിലും വീണ്ടും അവിടെ മത്സരിച്ച് ജയിച്ചു വരാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ഞാനാണ് എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി 2 പ്രാവശ്യം വീണ്ടും എന്നെ പരാജയപ്പെട്ടതിന് ശേഷമുള്ള 2 തെരഞ്ഞെടുപ്പിൽ എന്നെ മത്സരിക്കാൻ നിയോഗിച്ചത്. പാർട്ടി എന്ത് തീരുമാനം എടുക്കുന്നു ആ തീരുമാനം അംഗീകരിക്കുക, അനുസരിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന കടമ. ഈ വിജയസാധ്യത എന്നൊരു പ്രധാനപ്പെട്ട ഘടകമാണോ കൊടിക്കുന്നിൽ സുരേഷ് എന്ന രാഷ്ട്രീയ നേതാവിനെ തുടർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പരീക്ഷിക്കുന്നതിൻ്റെ കാര്യം? അല്ല, പല ഘടകങ്ങളുണ്ടാകാം. കാരണം കേരളത്തിലെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഒരു ലീഡർഷിപ്പ്, കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാൾ ഞാനാണ്. സ്വാഭാവികമായും ആ വിഭാഗത്തിനിടയിൽ ഒരു ഫോക്കസിങ്ങിന് വേണ്ടി കേരളത്തിൽ ഇന്ന് അങ്ങനെ തലയെടുപ്പൊഴി നിൽക്കുന്ന ഒരു നേതാവ് നിലയിലാണ് പാർട്ടി എനിക്ക് അവസരങ്ങൾ തരുന്നത്. ആ വിഭാഗത്തിൻ്റെ ഒരു പ്രതിയായി പാർട്ടി എന്നെ അവസരങ്ങൾ എനിക്ക് തരുന്നത്. പക്ഷേ ഇത്ര അധികം ലോക്സഭാ പരിചയമുള്ള, ഡൽഹിയിൽ പ്രവർത്തിച്ചു പരിചയമുള്ള, സംഘടനാ രംഗത്ത് തെളിഞ്ഞു നിൽക്കുന്ന താങ്കൾക്ക് ആ രീതിയിൽ പരിഗണിച്ചു പോയിട്ടുണ്ടോ എന്ന സ്വാഭാവിക സംശയം ഞങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അല്ല, ഞാൻ മല്ലികാർജുൻ ഖാർഗെ കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയായി, ക്യാബിനറ്റ് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ സഹമന്ത്രിയായിട്ടാണ് ഞാൻ ഇരുന്നത്. ഞാൻ 2ാം UPAയുടെ അവസാനത്തെ 1.5 വർഷമാണ് എനിക്ക് അങ്ങനൊരു സഹമന്ത്രി സ്ഥാനം കിട്ടിയത്. അത് എന്നെ സഹമന്ത്രിയാക്കിയതിന് ശേഷം എനിക്ക് തന്ന വകുപ്പും തൊഴിൽ വകുപ്പാണ്. തൊഴിൽ വകുപ്പിൻ്റെ സഹമന്ത്രി സ്ഥാനമാണ്. അപ്പോൾ ഖാർഗെജി ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് ജയിച്ചു. പക്ഷേ അതിനു മുമ്പ് 8 പ്രാവശ്യം കർണാടക നിയമസഭ അംഗമായിരുന്നു, മന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. അതുപോലെ തന്നെ അവിടെ മുഖ്യമന്ത്രി ആയില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ പദവികളും ഇരുന്നതിന് ശേഷമാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് വന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിയെല്ലാം പരിഗണിച്ച് അദ്ദേഹത്തെ ക്യാബിനറ്റ് മിനിസ്റ്ററാക്കി. അദ്ദേഹത്തിൻ്റെ കീഴിൽ അവസാനത്തെ 1.5 വർഷക്കാലം തൊഴിൽ വകുപ്പ് സഹമന്ത്രിയായിരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചത് വളരെ അഭിമാനമായി ഞാൻ കാണുകയാണ്. അത് വലിയൊരു അവസരമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം എനിക്ക് അഭിമാനകരമായി തോന്നുന്ന നിമിഷങ്ങളാണ്. മാത്രമല്ല, എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പിന്തുണയും ഒരുപാട് പ്രോത്സാഹനവും കിട്ടി. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാനും, ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തന നിലയിൽ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അവസരം ലഭിക്കുകയുണ്ടായി. അവിടെ ചോദിച്ച ചോദ്യം, ഞാൻ 1989 MB ആയി 5ാമത്തെ പ്രാവശ്യമാണ് ഞാൻ 2ാം UPA ഗവൺമെൻറ്റിൽ അവസാനത്തെ 1.5 വർഷം ഞാൻ മന്ത്രിയാവുന്നത്. പക്ഷേ എനിക്ക് ശേഷം വന്ന പലരും എനിക്ക് മുമ്പേ മന്ത്രിയാകുകയും പാർട്ടിയിൽ വർക്കിംഗ് കമ്മിറ്റിയിലും ജനറൽ സെക്രട്ടറി, AICC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പല പദവികളിലും, PCC അധ്യക്ഷന്മാരായിട്ടൊക്കെ പല പദവികളിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഒരു പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടിയിലെ സമ്മർദ്ദത്തിലാക്കാൻ ഒരിക്കലും ഞാൻ ശ്രമിച്ചിട്ടില്ല. അതാണ് ഞാൻ 5ാമത്തെ പ്രാവശ്യം MB ആയി വരുമ്പോഴും എന്നേക്കാൾ ജൂനിയറായ ആദ്യത്തെ പ്രാവശ്യം ജയിച്ചു വന്ന ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും MPമാരെ പാർട്ടി മന്ത്രിയാക്കി. അതൊക്കെ ആ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതയും അവിടുത്തെ ജാതി സമുദായ സമവാക്യങ്ങളൊക്കെ അനുസരിച്ചാണ് അവിടെ എനിക്ക് ശേഷം വന്ന അല്ലെങ്കിൽ എന്നേക്കാൾ ജൂനിയറായ പലരും
മന്ത്രിയായത്. അത് ആലോചിച്ച് ഞാൻ വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം ഓരോ സംസ്ഥാനങ്ങളുടെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേരളം എന്ന് പറഞ്ഞൊരു കൊച്ചു സംസ്ഥാനത്ത് വന്ന ആളാണ്. ഞാനന്ന് മന്ത്രിയാകാൻ എന്നെ പരിഗണിച്ചപ്പോൾ അവിടുന്ന് എ കെ ആന്റണി മന്ത്രിയായി, വയലാർ രവി ഇവിടെ കേരളത്തിലാണ് എ കെ ആന്റണി മന്ത്രിയായി, വയലാർ രവി മന്ത്രിയായി, മുല്ലപ്പള്ളിയായി, ശശി തരൂരായി, കെ വി തോമസായി, പിന്നെ ഇ അഹമ്മദ് ലീഗിൽ നിന്നായി. ഇങ്ങനെ ഒരു വലിയ നിര വന്നപ്പോൾ സ്വാഭാവികമായും അവിടെ ഞാൻ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ്. രണ്ടാം യു പി കാലത്ത് എനിക്ക് അഞ്ചാമത്തെ പ്രാവശ്യം ജയിച്ചു വന്നപ്പോൾ. പിന്നെ അവസാന ഘട്ടത്തിൽ സോണിയാജിക്ക് തോന്നി സുരേഷിനെ മാറ്റി നിർത്തുന്നത് ശരിയില്ല, ഒരു അവസാനങ്ങളിൽ ഒരു ചാൻസ് കൊടുക്കണം എന്ന് മാഡത്തിന് തോന്നിയത് കൊണ്ടാണ്, സോണിയാജിക്ക് തോന്നിയത് കൊണ്ടാണ് അവസാനം ഒരു 1.5 വർഷം മന്ത്രിസഭാ പുനഃസംഘടനയിൽ എനിക്ക് മന്ത്രിയാകാൻ അവസരം ലഭിച്ചത്. അതുകൊണ്ട് ഒരു പരിവും എനിക്കുണ്ടായില്ല. ഒരു പരാതിയും ഞാൻ സോണിയാജിയോടോ അല്ലെങ്കിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ജിയോടോ ഒന്നും പറഞ്ഞില്ല. അതുപോലെ തന്നെ പാർട്ടിയിൽ പലതരത്തിലുള്ള പുനഃസംഘടനകൾ നടക്കുമ്പോൾ ജൂനിയറായ പല ആളുകളും PC അധ്യക്ഷന്മാരായിട്ടുണ്ട്, അതുപോലെ വർക്കിംഗ് കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ പല പദവികളും വന്നിട്ടുണ്ട്. പക്ഷേ അതെപ്പോഴും ഞാനൊരു പരാതിയോ പരിഭവമോ ഒന്നും നേതൃത്വത്തിൽ പറഞ്ഞില്ല. എന്നെ ഒഴിവാക്കി, എന്നെ മാറ്റി നിർത്തി, എനിക്ക് അവസരം തന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ എനിക്ക് പാർട്ടി അവസരങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ പാർലമെൻറ്റ് പാർട്ടി സെക്രട്ടറിയായി പ്രവർത്തിച്ചു, ചീഫ് വിപ്പാണ്. അവർ അന്ന് 1.5 വർഷക്കാലം മന്ത്രിയായി, 2 വർഷക്കാലം AIC സെക്രട്ടറിയായി, പിന്നെ ഇവിടെ വർക്കിംഗ് പ്രസിഡൻ്റായി, കേരളത്തിൽ വർക്കിംഗ് പ്രസിഡൻ്റായി. അങ്ങനെ എന്നെ പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വവും. അല്ല, ഈ പരിഗണിക്കച്ചു എന്ന് താങ്കൾ പറയുമ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിലെ സാഹചര്യം വ്യത്യസ്തമാണ് എന്ന് താങ്കൾ പറഞ്ഞു വെച്ചു. പക്ഷേ ആ ഘടകം മാത്രമാണോ യഥാർത്ഥത്തിൽ ഒരു പരിഗണന കിട്ടാതെ പോയതിന് കാരണം? കാരണം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, താങ്കൾക്ക് ശേഷം അതിനുശേഷം എത്രയോ ശേഷം വന്ന കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ വന്ന കെ സുധാകരനാണ് KPCCയുടെ അധ്യക്ഷൻ. ഇവിടെ സുധാകരൻ വന്നാലും സുധാകരനേക്കാൾ ജൂനിയറായ ആളുകൾ വന്നാലും അല്ലെങ്കിൽ സീനിയർ വന്നാലും എല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ആ പാർട്ടി എന്ത് തീരുമാനിക്കുമോ ആ തീരുമാനത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആ പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ അല്ല ഞാനായിരുന്നു ആകേണ്ടത്, എനിക്കാണ് അർഹത, എന്നെ ആക്കാത്തത്, അങ്ങനെ പാർട്ടിയായിട്ട് ഒരു ഏറ്റുമുട്ടലിന് പോകുന്ന. ഏറ്റുമുട്ടലില്ലെങ്കിൽ കൂടിയും കൊടുക്കൽ കുന്നിൽ സുരേഷ് എന്ന രാഷ്ട്രീയ നേതാവിന് പരാതിയില്ല ഇക്കാര്യത്തിൽ? ഇല്ല, എനിക്ക് അങ്ങനെ പരാതിയായിട്ട് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഒരു അനീതി ഉണ്ടായി എന്ന് തോന്നിയിട്ടുമില്ല. അങ്ങനെ അതെല്ലാം പാർട്ടി നേതൃത്വം ഇതെല്ലാം പരിശോധിച്ചിട്ടാണല്ലോ പാർട്ടിയുടെ അധ്യക്ഷനെയും പിന്നെ CLP ലീഡർ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. ആ സംസ്ഥാനത്തിൻ്റെ പൊതുവായ സാഹചര്യങ്ങൾ എല്ലാം പരിശോധിച്ചിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ എല്ലാം ഹൈക്കമാൻഡ് തീരുമാനമല്ലല്ലോ. നേതൃതലത്തിലെ പലതരം അഭിപ്രായ പഠനങ്ങളും ഒരു വ്യക്തിക്ക് വേണ്ടി ഉണ്ടാകുന്ന അഭിപ്രായ കൂട്ടായ്മകളും ഒക്കെയാണല്ലോ ഈ തീരുമാനത്തിലേക്ക് ഉണ്ടാവുന്നത്. കേരളത്തിൽ തന്നെയാണ് ആ ചർച്ചകൾ നടക്കുന്നതും. അതിനുശേഷമാണല്ലോ ഡൽഹിയിൽ തീരുമാനം ഉണ്ടാകുന്നത്. എൻ്റെ ചോദ്യം, ഇത്ര അധികം വർഷത്തെ പ്രവർത്തന പരിചയമുള്ള താങ്കളെ എന്തുകൊണ്ടാണ് ഒരു KPCC അധ്യക്ഷ പദവിയിലേക്ക് ഇവിടെ നിന്നും ഒരു യോജിപ്പോടെ പരിഗണന ഉണ്ടാവാതെ പോകുന്നു? അല്ല, ഞാനിപ്പോൾ ഇതിനൊക്കെ താങ്കളോട് മറുപടി പറഞ്ഞാൽ എനിക്കെതിരായിട്ട് സൈബർ ആക്രമണങ്ങൾ ഒരുപാട് വരും. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം പലപ്പോഴും പല ചാനലുകളിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞപ്പോൾ എന്നെ ഒരു തരത്തിലും നമുക്ക് വിശ്വസിക്കാനാവാത്ത തരത്തിലുള്ള ആക്ഷേപങ്ങളും അതുപോലെ തന്നെ തെറി അഭിഷേകം വരെ ഈ സോഷ്യൽ മീഡിയയിലുണ്ടായി. ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്നു കൊണ്ട് നമുക്കെതിരായിട്ട് ഇങ്ങനെ കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളെപ്പോലെയുള്ള ഏതെങ്കിലും മീഡിയ അല്ലെങ്കിൽ ചാനലുകൾ. അല്ല, എനിക്കത് ഓർത്തെടുക്കാൻ കഴിയും. പുതിയ അധ്യക്ഷൻ സുധാകരൻ ചുമതലയിലേക്ക് വരുന്ന ഘട്ടത്തിലുണ്ടായ ചർച്ചയിലാണ് ഈ തരത്തിലുണ്ടായത്. ഇൻ്റർവ്യൂ നിങ്ങൾ ചോദിക്കും KPCC പ്രസിഡന്റ് ആകാൻ ആഗ്രഹമുണ്ടോ, ആകേണ്ടതല്ലേ? ആഗ്രഹമുണ്ട്, പക്ഷേ ആയില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഒരുപക്ഷെ ഒരിക്കലും നമുക്ക് അപ്പം ഞാനിപ്പോൾ ഇതൊക്കെ താങ്കളോട് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ അടിയിൽ ഇപ്പോൾ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വരാൻ പോകുന്ന പ്രതികരണങ്ങൾ അതൊരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മോശമായ പ്രതികരണങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിൽ നേരത്തെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങൾ ഇത്തരം ചർച്ചകൾ തുറന്നു പറയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. KPCC അധ്യക്ഷനാവണമെന്നൊരു ഘട്ടത്തിൽ താങ്കൾ ആഗ്രഹം തുറന്നു പറഞ്ഞ ആളാണ്. താങ്കൾക്ക് ആഗ്രഹമുണ്ട് KPCC അധ്യക്ഷനാവാൻ, പാർട്ടി തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ താങ്കളുടെ ആ ഒരു ആഗ്രഹത്തോട് ഇവിടുത്തെ നേതാക്കളൊന്നും, ഇവിടുത്തെ പ്രധാനപ്പെട്ട മുഖങ്ങളൊന്നും അവർക്കൊന്നും യോജിച്ചില്ല. എന്താണ് പറ്റിയത്? അല്ല, അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം
അത്തരം ചോദ്യങ്ങൾ വളരെ അപ്രസക്തമാണ്. എന്തായാലും KPC പ്രസിഡന്റ് ആകണം എന്ന് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞില്ല. നിങ്ങൾ മാധ്യമങ്ങൾ പലപ്പോഴും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരി, KPC പ്രസിഡന്റ് ആകുക എന്നുള്ളത് ഏതൊരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ നേതാവിൻ്റെ ആഗ്രഹമാണ്. അത് പക്ഷേ ആഗ്രഹങ്ങളെല്ലാം നടക്കണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് ചോദിച്ചപ്പോൾ മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാതെ ഞാൻ വോളണ്ടറി ആയിട്ട് ഞാൻ ആകണം എന്ന രീതിയിലുള്ള ഒരു ആവശ്യവും ഉന്നയിച്ചിട്ടില്ല. ഈ കെ കരുണാകരൻ്റെ കാലം, AK ആൻ്റണിയുടെ കാലം, അങ്ങനെയുള്ളവർ ആ കാലഘട്ടത്ത് നമ്മൾ മുമ്പേ സൂചിപ്പിച്ച പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുള്ള പരിഗണനയ്ക്ക് ഒരു പ്രത്യേക ശ്രദ്ധ എക്കാലവും ഉണ്ടായിരുന്നു എന്ന് നോക്കാം. കാരണം നേതാക്കളുടെ എണ്ണം പരിശോധിക്കുമ്പോഴും ചില മുഖങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അത് കൃത്യമായിട്ടുണ്ടാവും. ഒരുപക്ഷെ താങ്കൾ പോലും മുൻനിരയിലേക്ക് കടന്നു വന്നത് അത്തരം പരിഗണനകൾ ആ ഘട്ടത്തിൽ കിട്ടിയത് കൊണ്ടാവാം. പക്ഷേ പിന്നീട് അത് ഉണ്ടാവുന്നില്ല എന്ന് പരാതി. ഞാൻ പറയുന്നത് താങ്കളുടെ പേര് മാറ്റം നിർത്തിയല്ല, താങ്കൾ ഉൾപ്പെടുന്ന പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും എന്തുകൊണ്ടാണ് കൂടുതൽ പേരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ പാർട്ടിക്ക് കഴിയാതെ പോകുന്നത്? അതിലൊരു ശ്രദ്ധക്കുറവ് ഉണ്ടാകുന്നുണ്ടോ? പിന്നോക്ക വിഭാഗങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന SC ST വിഭാഗങ്ങളെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കേരളത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഉദാഹരണമായിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലെ കോൺഗ്രസിന് 26 MLA-മാരുണ്ട്. 26 MLA-മാരുടെ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി തമിഴ്നാട് പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇപ്പോഴും ജാതി വിവേചനവും മറ്റൊക്കെ നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ, തമിഴ്നാട്ടിൽ ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല, സ്കൂളിൽ കൂടെ ഇരുത്തുന്നില്ല. അവിടെ സെൽവ പെരുന്തുകൈ എന്ന് പറയുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് അവിടുത്തെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ, CLP ലീഡർ. ഇപ്പുറത്തോട്ട് കർണാടകത്തെ ഒരു സ്റ്റേറ്റിലോട്ട് വന്നാൽ ശ്രീ മല്ലികാർജുൻ ഖാർഗെ കർണാടകത്തിൽ നിന്ന് KPC പ്രസിഡൻ്റായും നിരവധി പാർട്ടി പദവി വഹിച്ച് പ്രതിപക്ഷ നേതാവ് ഇരുന്നേറ്റ് ദേശീയ നേതൃത്വത്തിൽ വന്നയാളാണ്. അദ്ദേഹം ദളിതനാണ്. അവിടെ തന്നെ പരമേശ്വര എന്ന് പറയുന്ന ആൾ KPC പ്രസിഡൻ്റായിരുന്നു. പിന്നെ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ തെലങ്കാനയിലെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്ന ഭട്ടി വിക്രമാർക്ക് അദ്ദേഹം ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ തമിഴ്നാട്ടിലായിരുന്നാലും കർണാടകത്തിലായിരുന്നാലും തെലങ്കാനയായിരുന്നാലും അതുപോലെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നാലും ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നു. പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ അവർക്ക് വരാൻ കഴിയുന്നു. പക്ഷേ കേരളത്തിൽ അതിന് പറ്റിയ സാഹചര്യം അല്ല. ഇവിടുത്തെ ജാതി സമുദായ സമവാക്യങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ അതിന് ഉള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് താങ്കൾ പറഞ്ഞ ആ ഒരു നിലവാരത്തിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയാത്തതെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൽ എളുപ്പമല്ലാതാവുന്നത് നമ്മുടെ ജാതി സംവിധാനമാണോ, അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അത് പ്രശ്നമാകുമെന്ന ഒരു മുൻധാരണ കൊണ്ടാണോ? എന്താണെന്ന് അറിയത്തില്ല. അതിനെക്കുറിച്ച് എനിക്ക് ഇതുവരെയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാനും പോയിട്ടില്ല. അങ്ങനെ ഒരു എന്താണ് അങ്ങനെ ഇങ്ങനെ ഇത് ഇവിടുത്തെ നേതാക്കളുമായുള്ള അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഈ CLP ആയിരുന്നാലും PC എല്ലാ സ്റ്റേറ്റിലും അങ്ങനെയാണ്, കേരളത്തിൽ മാത്രമല്ല. എല്ലാ സ്റ്റേറ്റിലും അവിടുത്തെ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിട്ടാണ് അവസാനം പാർട്ടി നേതൃത്വം എത്തുന്നത്. എന്തായാലും ഇവിടുത്തെ നേതാക്കന്മാരുടെ ഒക്കെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ AICC ആണ് നേതൃത്വമാണ് മുൻകാലങ്ങളിൽ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാവരും യോജിച്ചു പോകുന്ന, എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്ന, എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഫോർമുല എന്ന രീതിയിലായിരിക്കുമല്ലോ ഹൈക്കമാൻഡ് ഒരാളിനെ കണ്ടെത്തുന്നത്. നമ്മൾ KPCC അധ്യക്ഷനായിട്ട് ഒരു പിന്നോക്കക്കാരൻ, ഒരു പട്ടികജാതിക്കാരൻ വന്നാൽ കോൺഗ്രസിനോടുള്ള കേരള സമൂഹത്തിൻ്റെ പിന്തുണ അല്ലെങ്കിൽ ഇതുവരെ കിട്ടിവരുന്ന പിന്തുണയിൽ എന്തെങ്കിലും കുറവുണ്ടാകും, അങ്ങനെ താങ്കൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ കരുതുന്നില്ല. അത് അങ്ങനെ വന്നാൽ അതൊരു വിപ്ലവകരമായ തീരുമാനമായിരിക്കും. കേരളത്തിലൊരു വിപ്ലവകരമായി തീരുമാനിക്കും. അത് വലിയ ചലനങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ K മുരളീധരൻ ഈ അടുത്ത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു,
ഒരു കണ്ണൂരിൽ നിന്ന് വന്ന ഒരു നേതാവെന്ന നിലയിൽ ആ കണ്ണൂർ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു പക്വതക്കുറവ് ഇപ്പോഴും കെ സുധാകരനുണ്ട് എന്ന് മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒപ്പം തന്നെ ഈ നേതൃതലത്തിൽ താങ്കൾ അടക്കമുള്ള നേതൃതലത്തിലുള്ളവരുമായുള്ള ഒരു കൂടിയാലോചനയും അവരുടെ സാധ്യത ഉപയോഗപ്പെടുത്താനും ഇപ്പോഴും ഈ KPCC അധ്യക്ഷനോ പ്രതിപക്ഷ നേതാവോ അങ്ങ് ആ രീതിയിലേക്ക് വളർന്നിട്ടില്ലെന്നൊരു അഭിപ്രായം പറഞ്ഞു. താങ്കൾക്കും അതിനോട് യോജിക്കുന്നുണ്ടോ? അത്തരമൊരു പ്രശ്നമുണ്ടോ? ഇല്ല, ഓരോ നേതാക്കന്മാരും പല ഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ പല വിലയിരുത്തലുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ നേതാക്കന്മാരുടെയും പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ എല്ലാവർക്കും അതിൻ്റേതായ പോരായ്മകളും വീഴ്ചകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അക്കാര്യത്തിൽ അപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു പ്രവർത്തന ശൈലിയുണ്ട്, എനിക്ക് എൻ്റേതായ ഒരു 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 സംഘടനാപരമായ എനിക്ക് എൻ്റേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ആ രീതിയിലായിരിക്കുമ്പോൾ അത് ചിലർക്ക് പക്ഷേ അങ്ങനെ പോയാൽ പറ്റില്ല, കുറച്ചുകൂടി നന്നാകണം, കുറച്ചുകൂടി കോണ്ടാക്റ്റ് വേണം, കുറച്ചുകൂടി ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകണം എന്നൊക്കെ തോന്നിയേക്കാം. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മളെ വിലയിരുത്തുന്നതോ അതിനെക്കുറിച്ച് പ്രത്യേക അഭിപ്രായം പറയുന്നത് കൊണ്ട് കാര്യമായില്ല. ഓരോരുത്തരെയും അവരുടേതായ ഒരു പ്രവർത്തന ശൈലിയിലൂടെ അവർ പോകത്തുള്ളൂ. ഈ നിലവിലുള്ള ലോക്സഭാംഗങ്ങളിൽ മത്സരിക്കാൻ ഉള്ള ഒരു പൊതു തീരുമാനത്തിലേക്ക് പാർട്ടി വന്നാൽ കണ്ണൂരിൻ്റെ കേസിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിൽക്കുകയാണെന്ന് മനസ്സിലാകുന്നു. കാരണം സുധാകരൻ മത്സരിക്കാനുള്ളൊരു താല്പര്യക്കുറവ് പ്രകടിപ്പിച്ചു എന്ന് പറയുന്നു. പക്ഷേ ആലപ്പുഴ മറ്റൊരു സീറ്റുണ്ട്. ആലപ്പുഴയിലെ മുൻ ലോക്സഭാംഗമാണ് KC വേണുഗോപാൽ. KC വേണുഗോപാൽ യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ തിളങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹം കേരളത്തിലൂടെ വന്നാൽ, ഇത്തവണ മത്സരിക്കാൻ വന്നാൽ കേരളത്തിൽ ഒരു ഊർജ്ജം കിട്ടില്ലേ UDFന്? ഒന്നുകൂടെ സാധ്യത വർദ്ധിപ്പിക്കില്ലേ? അങ്ങനെ ചിന്തിക്കുന്നില്ല? ഒന്ന്, പാർട്ടിയുടെ ഹൈക്കമാൻഡാണ് കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. കോൺഗ്രസ് അധ്യക്ഷനും രാഹുൽ ഗാന്ധി, സോണിയാജി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് KC വേണുഗോപാൽ മത്സരിക്കാൻ വേണ്ടതെന്ന കാര്യത്തിൽ. രണ്ടാമത്, മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് KC വേണുഗോപാലുമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുന്നത് പാർട്ടിയുടെ വിജയസാധ്യതയ്ക്ക് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി KC വേണുഗോപാൽ എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പക്ഷേ വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ പോലും അതിൽ തീരുമാനമെടുക്കേണ്ടത് KC വേണുഗോപാലും പാർട്ടി ദേശീയ നേതൃത്വമാണ്. അവിടുത്തെ വോട്ടർമാരുടെ ഇടയിൽ KC വരണം എന്നുള്ള അഭിപ്രായമുള്ളതായിട്ട് എനിക്കറിയാം. പിന്നെ സാധാരണ പ്രവർത്തകർക്കും ഒക്കെ താഴത്തുള്ള പ്രവർത്തകർക്കും KC വരെ മത്സരിക്കുന്നതിനോട് താല്പര്യമാണ്. പക്ഷേ അദ്ദേഹം ഇത്രയും വലിയൊരു ഉന്നതമായ പദവിയിൽ ഇരിക്കുന്നതുകൊണ്ട് ആരും അദ്ദേഹത്തിന് വരാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അത് ഇവിടുത്തെ താഴത്തുള്ള പ്രവർത്തകരുടെ തീരുമാനമല്ലല്ലോ അന്തിമമായി വരേണ്ടത്. അതുകൊണ്ട് ആരും അങ്ങനെ ഓപ്പണായി പറയുന്നില്ലെന്നേ ഉള്ളൂ. ഒരു കാര്യം കൂടി, ഈ മാവേലിക്കര എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയും സങ്കീർണമായ ഒരു ലോക്സഭാ മണ്ഡലം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. കുറേ ജില്ലകളിലായി ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ്. ഈ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ജനവിധി തേടുമ്പോൾ താങ്കളുടെ ആത്മവിശ്വാസം എത്രമാത്രമുണ്ട്? എന്താണ് താങ്കൾ അതിന് കാരണമായി കരുതുന്നത്? മാവേലിക്കര, ഇപ്പോഴത്തെ മാവേലിക്കര, നേരത്തെ അടൂര് മണ്ഡലവും പൊളിറ്റിക്കലായി നോക്കിയാൽ LDFന് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളാണ്. ഇപ്പോഴത്തെ മാവേലിക്കരയും ഒരു LDF മണ്ഡലമാണ്. കാരണം അവിടെ UDFന് ആകെ ചങ്ങനാശ്ശേരി മാത്രമാണ്, അല്ലെങ്കിൽ ചെങ്ങന്നൂരും പത്തനാപുരം ഇങ്ങനെയൊക്കെയുള്ള 2-3 മണ്ഡലങ്ങൾ മാത്രമാണ്. അത് എപ്പോഴും സ്ഥായിയായി UDFന് ലീഡ് കിട്ടുന്ന മണ്ഡലങ്ങളൊന്നുമില്ല. ബാക്കി മണ്ഡലങ്ങളൊക്കെ എല്ലാം LDFനും നല്ല മെജോറിറ്റികളാണ്. BJPക്കും നല്ല അവർക്കും നല്ല സംഘടനാ ബലമുള്ള ഒരു മണ്ഡലമാണ്. അവിടെയാണ് നമ്മൾ 3 പ്രാവശ്യം ജയിച്ചത്. ജനങ്ങൾക്ക് മടുപ്പില്ല, ജനങ്ങൾക്ക് എപ്പോഴും ഞാൻ അവൈലബിളാണ്. ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെ അവർക്ക് എപ്പോഴും എന്നെ കാണാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവൈലബിളായി ഓഫീസ് സംവിധാനമുള്ള ഒരു ജനപ്രതിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് എനിക്ക് ഭയപ്പാടൊന്നും ഇല്ല. ജനങ്ങളിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവസാനിപ്പിക്കുന്ന ഒറ്റ കാര്യം കൂടി, ഇത്രയും ജനകീയനായ കൊടിക്കുന്നിൽ സുരേഷ് സംസ്ഥാന നിയമസഭയിലേക്ക് അടുത്തവണ മത്സരിക്കാനുണ്ടാകുമോ? അല്ലെങ്കിൽ അത്തരം ആഗ്രഹം താങ്കളില്ലേ? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാർട്ടിയുടെ തീരുമാനത്തിന് വിധേയമായിട്ടാണ് എൻ്റെ എവിടെയാണ് മത്സരിക്കേണ്ടത് അല്ലെങ്കിൽ മത്സരിക്കാതിരിക്കുന്നതിനെ സംബന്ധിച്ച് പാർട്ടിയാണ് അന്തിമമായി തീരുമാനിക്കേണ്ടത്. എനിക്കതിനകത്ത് ഏകപക്ഷീയമായിട്ട് ഞാൻ പാർലമെൻറ്റ് മത്സരിക്കില്ല, നിയമസഭയിലേക്കാണ് എനിക്ക് മത്സരിക്കാൻ താല്പര്യം, ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഞാൻ നിയമസഭയിലേക്കില്ല, ഞാൻ പാർലമെൻറ്റിൽ തന്നെ വീണ്ടും മത്സരിക്കുമെന്നുള്ള ഒരു മുൻകൂട്ടി അങ്ങനെ പാർട്ടിക്ക് പ്രതിസന്ധിയിലാക്കുന്ന, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു മറുപടി പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലായതുകൊണ്ടാണ് അത് പറയുന്നില്ലാത്തത് അല്ലേ? അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങൾ പറയാനുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാർട്ടിയെ പ്രതിസന്ധിയിലോ പ്രതിരോധത്തിലാക്കുന്നില്ല. പാർട്ടി തീരുമാനിക്കട്ടെ, ആ തീരുമാനം ഏതാണോ അത് അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. യെസ്, എന്തായാലും താങ്കൾക്ക് എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. താങ്ക് യു.
നന്ദി.